നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള യാത്ര. ഇന്നത്തെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മെഡിക്കൽ കോളേജിനടുത്ത് ഉള്ളൂരടുത്ത് ആക്കുളത്തിനടുത്ത് പ്രശാന്ത് നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഐത്തിടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിൽ അവിടുത്തെ മാഡമൊക്കെ കൂടെ വലിയ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് അടുക്കളയുടെ ഭാഗത്ത് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരാൾ ഇങ്ങനെ വിറകെ കൂടെ എഴഞ്ഞു വന്ന് അവിടെ വീട്ടിൻ്റെ പുറകിൽ കുറച്ച് വിറവൊക്കെ വെച്ചിട്ടുള്ള ഷെഡ് ഉണ്ടെന്നു. ആ ഷെഡിനകത്തൊരു ഷീറ്റിൻ്റെ കൂടെ അകത്തേക്ക് കയറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം തൊട്ട് അവരുടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമുക്കെന്തായാലും അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ആ പാമ്പ് അതിഥി കയറിയ സ്ഥലമൊക്കെ ഒന്ന് നോക്കി അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാമല്ലോ. നമുക്ക് അമ്മമാർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മമാർ ചിലപ്പോൾ ഫോണിൽ സംസാരിക്കാം, മക്കളോട് സംസാരിക്കാം. അപ്പോൾ അവിടെയൊക്കെ ശ്രദ്ധ മാറും. ആ ശ്രദ്ധ മാറുന്ന സമയം കൊണ്ട് ഉരകങ്ങളാണ്, പാമ്പുകളെന്ന് പറഞ്ഞാൽ ഉരകങ്ങൾ. അവർക്ക് എങ്ങോട്ടുണ്ടെങ്കിലും എഴിഞ്ഞു, ഏത് ചെറിയ ഊട്ടേക്കുണ്ടെങ്കിലും എഴിഞ്ഞു. അപ്പോൾ പുറത്തോട്ട് പോയിട്ടുണ്ടോയെന്ന് പറഞ്ഞില്ല, ആ സമയം തൊട്ട് അവരോട് ഉണ്ട്. എന്നാലും സമയം കളഞ്ഞില്ല, പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. നമസ്കാരം. സുഖം. എല്ലാവരും ഒരു മൂടവിട്ടുണ്ട്, ഉണ്ടതിൻ്റെ ക്ഷീണമായിരിക്കും അല്ലേ അമ്മ? എല്ലാവരും മൂടവിട്ടായിട്ട് നിൽക്കണം. എന്ത് പറ്റി? സുഖം. നമസ്കാരം. പാമ്പിന് വെയിറ്റ്, പാമ്പിൻ്റെ വാലി പിടിച്ചുകൊണ്ടിരുന്നെങ്കിൽ അത്ര വെയിറ്റ് ചെയ്യേണ്ടല്ലോ കാര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് പെട്ടെന്ന് എടുത്തിട്ട് പോയിരുന്നു അല്ലേ അമ്മ? അമ്മ തലയാട്ടണം, ശരിയാണെന്ന്. അമ്മ തലയാട്ടി. സാറാ വിളിച്ചത്. നമസ്കാരം. സുഖം. എവിടെ സാറേ കണ്ടെന്ന് പറഞ്ഞത്? ഇതിനകത്തേക്ക് പോയിട്ടില്ല. ആ സമയം തൊട്ട് ഇവിടെ ഉണ്ട്. ഓ, വേറെ അകത്ത് മാളമൊന്നുമില്ല. പക്ഷെ പാമ്പിൻ്റെ താഴ്വരയാണല്ലോ ഇത്. ഓ, ഇങ്ങനെ കിടക്കല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്തെന്നറിയാം. ഓ, ഇതും പറമ്പാണല്ലേ. ഇതിനകത്ത് ഇങ്ങോട്ട് മാളമൊന്നുമില്ല, ഉറപ്പല്ലേ? വെളിയിലോട്ട് പോയപ്പോൾ ഈ ഷീറ്റിൻ്റെ ഇടയിൽ ഹോളില്ല. ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അമ്മമാർക്കൊക്കെ ഒരു വിഷമമുണ്ടോ എന്നറിയാം. ഈ പറമ്പ് ഇങ്ങനെ കാട് കയറി കിടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വൃത്തിയാക്കാൻ പറയുകയേ ചെയ്യരുത്. കാരണം ഇപ്പോൾ മാറ്റിങ് കഴിഞ്ഞ സമയമാണ്, മുട്ടയിട്ട് തുടങ്ങിയ സമയമാണ്. പിന്നെ ഇപ്പോൾ അവർക്ക് വെള്ളം അനിവാര്യമാണ്. അപ്പോൾ ഇവർ അവിടെ നമ്മൾ വൃത്തിയാക്കുമ്പോൾ എങ്ങനെയെങ്കിലും കറങ്ങി അതിലൊക്കത്തുള്ള വീടുകളിൽ പോകും. എന്നിട്ട് ഒരു കാരണവശാലും പറമ്പ് വൃത്തിയാക്കാൻ സമ്മതിക്കുകയും ചെയ്ത് തീയിടാനും അനുവദിക്കരുത്. അടുത്ത പറമ്പളൊന്നും തീയിടാനും ഒരിക്കലും ഉടനെ തീയിടാൻ വന്നാൽ തീയിടാൻ സമ്മതിക്കരുത്. പറമ്പ് വൃത്തിയാക്കാൻ നിങ്ങളായിട്ട് പറയരുത്. ഇതെല്ലാം നമ്മുടെ വീട്ടിലേക്ക് കയറി വരും. അതുകൊണ്ട് അതൊരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. ഇവർ പറഞ്ഞു വെച്ചാൽ ഇതിനകത്തുണ്ട്. ആ സമയം തൊട്ട് ഇവരുടെ കാവലാണ്. ഓ, അധികം പണിയില്ല, പക്ഷേ നല്ല ഇരിക്കാനായിട്ട് നല്ല സൗകര്യമുണ്ട്. സാറേ, പിന്നീട് ഈ ഷീറ്റ് എന്ന് പറയുന്ന സൗണ്ട് ഒന്നും കേട്ടിട്ടില്ല അല്ലേ? മേളിലോട്ട് ഈ ഹൈറ്റിൽ വിറവിരിക്കുന്നുണ്ട്. സാധനം ചിലപ്പോൾ മേളിലോട്ടൊക്കെ കയറി ഇറങ്ങാം വേണമെങ്കിൽ. കണ്ടോ? നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി നോക്കാം. നല്ല പണിയുണ്ട്. പക്ഷേ ഇവർ കയറി കണ്ട സ്ഥലത്ത് നമുക്കിതിനെ കാണുന്നില്ല. പിന്നെ അറിഞ്ഞൂടാ നമ്മൾ ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ അത് മാറ്റേണ്ടതല്ല, എല്ലാം കൂടെ മാറ്റിയിട്ടാൽ പിന്നെ തിരിച്ചവർക്ക് അകത്തോട്ട് കയറ്റാൻ ഒരു പണിയാണ്.
അടിപൊളി. ഒരു പൈപ്പിനകത്ത് ഞാൻ എടുത്തതും ആ പൈപ്പിനകത്തോട്ടം കയറി. പകുതിയിലേറെ ഞാൻ സാധനങ്ങൾ മാറ്റി. പക്ഷേ ഇടയ്ക്ക് ഒരു ചാക്കെടുത്തപ്പോൾ ചാക്കിലില്ല, പൈപ്പിനകത്ത് ഇങ്ങനെ വളഞ്ഞ് കയറുന്നുണ്ടായിരുന്നു, വളഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു, കയറുന്നല്ല, അതോ ആ പൈപ്പിനകത്ത്, ആ 4-5 പൈപ്പിനകത്ത് തലയിട്ട് അങ്ങനെ ഇരിപ്പുണ്ട്, കാണുന്നില്ല. ഇപ്പോൾ എൻ്റെ അനക്കം കണ്ടപ്പോൾ തിരിച്ച് അകത്തേക്ക് ഞാൻ കയറി. ഇതാണ്ടോ, കണ്ടോ, പൈപ്പിനകത്ത് സുഖമായിട്ട് വളഞ്ഞങ്ങനെ ഇരിപ്പുണ്ട്. ഇതാണ്ടോ ഈ തുണ്ട് പൈപ്പിനകത്ത് കണ്ടോ. ഹായ് മോനെ, സുഖമാണോ? സുഖം തന്നെ. എന്ത് ഗൗരവം, എൻ്റെ ഒരു ഗൗരവം പെണക്കോ? അപ്പോൾ നമുക്ക് ഇതുപോലുള്ള നല്ല മക്കളുള്ളതുകൊണ്ടാണ് ഇതുപോലെ എന്ത് ജീവി നമ്മളെ പറമ്പിക്കല്ലേ അവൻ സ്മെല്ല് ചെയ്യും, എന്നിട്ട് അവൻ ബഹളം വയ്ക്കും. അപ്പോൾ വീട്ടുകാരെ ശ്രദ്ധിക്കും. അപ്പോൾ നമുക്ക് നല്ലത് യഥാർത്ഥമല്ല, നമുക്ക് പാമ്പിനെ ക്ലീൻ ചെയ്യാൻ നല്ലത് എന്നും നാടൻ നായ്ക്കളാണ്. കാരണം നാടൻ ഡോഗുകളെ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ ഒരു സാധനത്തിന് കോമ്പൗണ്ടിനകത്ത് കയറാൻ സമ്മതിക്കത്തില്ല. പക്ഷേ ഇവർ ചിലപ്പോൾ പുറത്താണെങ്കിൽ കയറി പിടിക്കും. നമ്മുടെ എപ്പിസോഡിൽ തന്നെ നമ്മൾ ഒരുപാട് ഡോഗുകൾ പാമ്പിൻ്റെ കടിയിട്ട് മരണപ്പെടുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും നമുക്ക് ഈ പൈപ്പ് കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. ഞാൻ അടച്ചെടുത്തതെന്ന് വെച്ചാൽ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് പോയി വീണ്ടും ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്, സാധനങ്ങൾ. അതിൻ്റെ ഇടയിലൊക്കെ പോയി പിന്നെ അത്രയും മാറ്റേണ്ടി. പിന്നെ ഈ തറയിലിടുന്ന ഇന്റർലോക്ക് ഉണ്ട്, അതിനിടയ്ക്ക് അതൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ പിറകെ നടക്കാൻ പോയാൽ ഇന്ന് പണി തീരത്തില്ല. അപ്പോൾ ഇത് നോക്ക്, ഇനിയിപ്പോൾ ഇവൻ എങ്ങനെ വെള്ളം വയ്ക്കുമെന്ന് അറിയില്ല. അതാ മാറ്റി, ഇത്രയേ ഉള്ളൂ സാധനം. വേണ്ട, അത് ആദ്യം കണ്ടതേ ഉള്ളൂ, ആ ഒരു ഇത് മാത്രമേ. പിന്നെ അത് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാരെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇനി ഈ വീട്ടിൽ കല്യാണം വല്ല നടക്കേനെ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് നിൽക്കണമല്ലോ, അയലോക്കാരൊക്കെ അങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കണമല്ലേ, നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതാ നോക്കിയുള്ളൂ. നമ്മൾ ഒരുപാട് നമ്മുടെ യാത്രയ്ക്കിടയിൽ ഹെൽമറ്റിനകത്ത്, അതുപോലെ തന്നെ കുടത്തിനകത്ത്, റോഡിലിട്ടുന്ന കുടത്തിനകത്തൊക്കെ ഇത് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. വേണ്ട, അതായിരിക്കും നോക്കിയേ. അതുപോലെ PVCയുടെ മൺപൈപ്പിനകത്ത്, അതായത് നമ്മുടെ ക്ലോസിൻ്റെ മൺപൈപ്പിന്, ഇത് നല്ല സൈസ്, നല്ല ആരോഗ്യമുള്ള സാധനം. നോക്കിയേ, സത്യം പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഒരു വാർത്ത ഉണ്ടായിരുന്നു. നമ്മൾ കേരളത്തിൽ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ കിട്ടുന്ന പാമ്പുകൾക്ക് ഭയങ്കര സൈസ്, നല്ല ആരോഗ്യമുള്ള പാമ്പുകളുടെ വലിയ സൈസിൽ ഇന്ത്യയിൽ ഇത്രയും വലിയ പാമ്പുകളെ കിട്ടുന്നില്ല, കോബ്രകളെ കിട്ടുന്നില്ല എന്നൊരു വാർത്തയുണ്ടായിരുന്നു. എത്ര പേരത് കണ്ടു എന്ന് എനിക്കറിയില്ല, ആര് കൊടുത്ത വാർത്തയാണെന്ന് എനിക്കറിയില്ല, ഞാനെന്തായാലും കൊടുത്തില്ല. പക്ഷേ സംഭവം ശരിയാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കിട്ടുന്ന പാമ്പുകൾ, കൂടുതലും കിട്ടുന്ന സിറ്റിക്കകത്ത് കിട്ടുന്ന പാമ്പുകളൊക്കെ വലിയ സൈസുള്ള പാമ്പുകൾ. എവിടെ നിന്ന് വരുന്നു എന്ന് വെച്ചാൽ ഇല്ല, മറുപടിയില്ല, എനിക്കറിയില്ല അത് എവിടെ നിന്നാണെന്ന്. പക്ഷേ വരുന്നുണ്ട്. എൻ്റെ ഇത്രയും വർഷത്തെ യാത്രയ്ക്കിടയിൽ കിട്ടാത്ത അത്രയും അതിഥികൾ സിറ്റിക്കകത്തുനിന്ന്, ട്രിവാൻഡ്രം സിറ്റിക്ക് പോലെ ഇത്രയും തിരക്കുള്ള സ്ഥലത്ത്, ഇത്രയും വണ്ടി വാഹനങ്ങൾ വരുന്ന സ്ഥലത്തൊക്കെ കിട്ടുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് കണ്ടോ, ഇദ്ദേഹത്തിൻ്റെ തല മിക്കവാറും അപ്പുറത്ത് വരുന്നത് നമുക്ക് ഇതാ വന്ന തല. സൂപ്പർ, എന്ത് സൈസാണ് എൻ്റെ അപ്പൻ, എൻ്റെ പത്തി നോക്കിയേ. വേറൊരു പ്രത്യേകത എന്നറിയാം, ഇതാണ്ടോ ഫീമെയിൽ അതിഥി. ഇദ്ദേഹത്തിന് ഇനിയിപ്പോൾ നമ്മുടെ ഈ കേരളത്തിലെ പാമ്പ് സയൻറ്റിസ്റ്റുമാർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു ഫീമെയിലാണെന്ന് നമുക്ക് തീരുമാനിക്കാണ്ട് അതിന് നമുക്ക് വലിയ ഈ PhD ഒന്നും വേണ്ട. ഫീമെയിൽ ആയിരുന്നു പറയാൻ കാരണം ഇതാണ്, ഈ വയറിങ്ങനെ പതിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഈ മുട്ടയിട്ട് കഴിഞ്ഞുള്ള ഫീമെയിൽ ഇങ്ങനെയാണ്. പക്ഷേ ഇദ്ദേഹം മുട്ടയിട്ടില്ല, ഇത് ഇണചേർന്നില്ല. ഇത് കഴിഞ്ഞ വർഷം, അതായത്
കഴിഞ്ഞ ടൈമിൽ മുട്ടയിട്ട അതിഥി. ഈ വർഷം മുട്ടയിട്ടിട്ടില്ല. കണ്ട ഏകദേശം 8 വയസ്സോളം പ്രായമുണ്ട്. നല്ല ഒരു ആരോഗ്യമുള്ള മൂർഖൻ. ആരോഗ്യമുള്ള നല്ല ആരോഗ്യം, ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ സമയങ്ങളെ നമ്മൾ ഇവിടുത്തെ ദത്തുപുത്രൻ അറിയാലോ. ദത്തുപുത്രൻ നമ്മളെ വീട്ടിലുള്ള ആൾക്കാർ സ്നേഹിച്ച് വളർന്ന ഡോഗിനെയും പൂച്ചയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ അദ്ദേഹം നല്ല ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കൂ, ഇതൊരു ഫീമെയിൽ അതിഥി, പെണ്ണതെന്ന് പറയാൻ കാരണം നമുക്ക് ഒരുപാട് ശൽക്കങ്ങൾ നോക്കിയിട്ട്, വയറ് നോക്കിയിട്ട്, തല നോക്കിയിട്ട് ഒക്കെ നമുക്ക് പറയാം, ചുണ്ട് നോക്കിയിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റും മെയിലാണോ ഫീമെയിലാണോ എന്നൊക്കെ. ഇത് ഫീമെയിൽ അതിഥിയാണ്. ഈ വർഷം ഇണചേർന്നല്ല, മുട്ടയിട്ടതല്ല. കഴിഞ്ഞ വർഷം ഇവിടെ ആവണം നിർബന്ധമില്ല. ചിലപ്പോൾ ഇവിടുന്ന് കുറേ ദൂരേക്ക്, ഇവിടെ ഇപ്പോൾ അടുത്ത് റോഡ് പണി നടക്കുന്നുണ്ട്, അവിടുത്തെ വഴി പണി നടക്കുന്നുണ്ട്, പറമ്പുകളൊക്കെ വീടൊക്കെ വയ്ക്കാൻ വേണ്ടി ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പോഴൊക്കെ ഇവയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടായി. ഇപ്പോൾ ഇവിടെ ഇതൊരു അത്ഭുതമൊന്നും പറയാനില്ല. ഈ വീട്ടിൽ ചിലപ്പോൾ ഇത് ആദ്യമായിരിക്കാം. അടുത്ത വീട്ടിലേക്ക് ഒരുപാട് പാമ്പളെ അതിഥികളെ ഞാൻ എടുക്കാൻ വന്നിട്ടുള്ളതാണ്. അതിലുപരി ഇവിടെ ഇവർ ചെടികളുണ്ടെന്നുള്ള അല്ലാതെ വേറെ എന്താ പറയുക, മാളങ്ങളൊന്നും കാണുന്നില്ല. കോമ്പൗണ്ടിനകത്ത് മാളങ്ങൾ, എലിമാളങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഇരിക്കാനോ മുട്ടയിടാനോ ഉള്ള സാഹചര്യം ഇല്ല. വന്നു കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് ഇവിടെ ഫിഷ് ടാങ്കിലൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുടിക്കാനൊക്കെ ആയിരിക്കാം വരും നമ്മുടെ പറമ്പിലേക്ക് വരുന്നത്. അതിലുപരി ഇപ്പോൾ മുട്ടയിടുന്ന സമയമാണ്. മുട്ടയിട്ട് ഏകദേശം തീരാറായി. അടുത്ത മാസം പകുതിയൊക്കെ ആകുമ്പോൾ മുട്ട കഴിയും. പിന്നെ കഴിഞ്ഞാൽ മാർച്ച് അവസാനം ഏപ്രിലാകുമ്പോൾ മുട്ട വിരിയുന്ന സമയമാണ്. മെയ് പകുതിയാകുമ്പോൾ അതും കഴിയും. ഇപ്പം ഏപ്രിൽ ലാസ്റ്റ് മെയ് ആകുമ്പോൾ അണലിയുടെ പ്രസവ സമയമാണ്. പക്ഷേ ഇവിടെ ഈ മേഖലയിൽ അണലി അധികം ഇല്ലാത്തൊരു സ്ഥലമാണ്. മൂർഖൻ അതിഥി കൂടുതലുള്ള സ്ഥലങ്ങളിൽ അണലിയുടെ സാന്നിധ്യം കുറവാണ്. കാരണം മൂർഖൻ എല്ലാത്തിനെയും ഭക്ഷിക്കുന്ന ഒരു രീതിയുള്ള ഒരു പാമ്പാണ് മൂർഖൻ അതിഥികൾ. അപ്പോൾ ഈ മേഖലയിലൊക്കെ ചേര ധാരാളം തന്നെ ചേരയെ ഭക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പറയും, പണ്ടുള്ളവർ പറയും ചേര വരുന്ന ഭാഗ്യമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കും, നമ്മുടെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതാണ്. ചേര വരുന്നത് ഭാഗ്യമെന്ന് പറയുന്നത് ലോട്ടറി അടിക്കുമെന്നുള്ളതല്ല. ചേര നമ്മുടെ വീടിൻ്റെ പരിസരത്ത്, നമ്മുടെ വീടിനകത്തേക്ക് വരുമ്പോൾ ചേരയുടെ പാമ്പുകളുടെ ഫുഡായ എലി ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അവിടെ കയറിയ സമയത്ത് അവിടെ ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട്. ആ സാധനങ്ങളൊക്കെ മാറ്റുന്ന സമയത്ത് എലിയുടെ ഒരു സാന്നിധ്യം ഒരുപാടുണ്ട്. അപാരമായിരുന്നു. എലിയുടെ യൂറിൻ്റെ ഗന്ധം അപാരമായിരുന്നു. അപ്പോൾ ഇന്നലെയോ മെനിങ്ങാന്നോ ഇവനോ ചേരയോ ആരോ, അതിപ്പോൾ ഇവൻ പിടിച്ചില്ല, ഇവളെ പിടിച്ചില്ല, ഇവളെ വൈകിട്ടത്തിൽ ഇപ്പോൾ ഫുഡ് കാണുന്നില്ല. ഇന്നലെ എങ്ങാണ്ട് ചേര കയറി എലിയെ പിടിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇവൻ കയറിയ സമയത്ത് ഇവൻ അതിനകത്ത് കയറി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി കാണും. ഇവന് ചെവിയില്ലെങ്കിലും അവർക്ക് ചെവിയുണ്ടല്ലോ, അവർ തിരിച്ചഞ്ഞ് വെളിയിലേക്ക് ചാടി പോയിരിക്കാം. അതിന് സാധ്യത കൂടുതലാണ്. അപ്പോൾ ചേര വരുമ്പോൾ ഈ എലിയുടെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് എലിയുടെ യൂറിൻ്റെയൊക്കെ മോഷൻ്റെ യൂറിൻ്റെ ഗന്ധം നാക്കുകൊണ്ട് സെൻസ് ചെയ്തിട്ടാണ് ഇവ നമ്മുടെ പറമ്പിലേക്ക് വരുന്നത്. അപ്പോൾ പുറത്ത് നമ്മൾ അതിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ എലിയുടെയൊക്കെ ഗന്ധം കിട്ടിയില്ലെങ്കിൽ അവൻ മടങ്ങിപ്പോവും. അപ്പോൾ ചേര വന്ന് ഇതിനെ പിടിച്ചു പോകുന്നതുകൊണ്ട് വെനോള പാമ്പുകൾ നമ്മുടെ വീട്ടിലേക്ക് വരാൻ സാധ്യത കുറവാണ്. ഇത് അപൂർവമായിട്ട് മാത്രം ഇതിനകത്ത് വന്ന് പെട്ട അതിഥിയാണ്. അല്ലാതെ ഇവിടെ അത് സ്ഥിരമുള്ള ആളാണെന്ന് തോന്നുന്നത്. ഇന്നലെയൊക്കെ പടം പൊഴിച്ചിട്ട് ഫീമെയിൽ അതിഥിയാണ്. നല്ല ആരോഗ്യം. എനിക്ക് തോന്നുന്നു വാലിൻ്റെ അഗ്രം മുറിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മുടെ മുത്തശ്ശിമാർ പറയും വാലിൻ്റെ അഗ്രം മുറിഞ്ഞിരുന്ന കട്ടിയോടെ ഇരുന്ന് കഴിഞ്ഞാൽ പാമ്പുകൾ കുറുവുന്നു. ലോകത്തൊരിക്കലും പാമ്പുകൾ ആനയൊന്നും പ്രായം കൂടുന്നതനുസരിച്ച് കുറുവാൻ പോകുന്നില്ല. ലോകത്ത് ഹൈറ്റ് കുറയുന്ന, പ്രായത്തിനനുസരിച്ച് ഹൈറ്റ് കുറയുന്ന ഒരേ ഒരു ജീവി മാത്രമേ ഉള്ളൂ. ആനയോ കടുവയോ സിംഹമോ പാമ്പോ ഒന്നുമല്ല, മനുഷ്യന്മാർ മാത്രമാണ് പ്രായത്തിനനുസരിച്ച് ഹൈറ്റ് കുറയുന്നതെന്ന് മറന്നു പോകാതിരിക്കുക. നമുക്ക് നോക്കിയതാ പോകാൻ വേണ്ടി ഇവർക്കങ്ങ് പോയാൽ മതി. എങ്ങനെയെങ്കിലും എടാ സാമദ്രോഹി നീ ഒന്ന് മാറി, ഞാനൊന്ന് പോട്ടെ എന്നുള്ള ഒരു പ്രവണതയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. നല്ല വെയിലത്തേക്ക് വരുന്നു. പടം ഇന്നലെ രാത്രി പടം പൊഴിച്ചിട്ടുള്ളത്. അതാണ് അത്ര ഗ്ലേസിങ്, അത്ര തിളക്കം ഉണ്ടാകും. നമുക്കറിയാം സിൽക്കി സ്കിന്നാണ്. ഇപ്പോൾ നമുക്ക് തൊടുന്ന സമയത്തൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പടം പൊഴിച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇത് നല്ല കുതിച്ച് കടിക്കുന്നുണ്ട് അദ്ദേഹം. എൻ്റെ ഭണം തന്നെ ഉണ്ടല്ലോ, വലിയ ഭണം. നമ്മളെന്തായാലും സമയം കളയുന്നില്ല. നമ്മൾ ഇതേ ചാക്കിലാക്കണം. സാറേ ചാക്കിങ് തരാമോ? നമ്മൾ ചാക്കെന്നൊക്കെ പറയുന്നത് ഞാൻ വർഷങ്ങളായി ചാക്കാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ എനിക്ക് ചാക്കിൽ കൂടെ എന്തെങ്കിലും ഒരു കടിയും കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ മാത്രം സഞ്ചിയിൽ കൂടി പിടിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ കടി കിട്ടിയത് ഏകദേശം 7 പേർക്ക്. ഒരു ജില്ലയിൽ, കണ്ണൂർ ജില്ലയിൽ മാത്രം 5 വർഷം കൊണ്ട് പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർക്ക് 10 കടികളാണ്.
10-ൽ 7 കടിയും. ഷാജി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് ഇപ്പോൾ കടിയിട്ടതും ഈ സഞ്ചിയിൽ കൂടി. സഞ്ചി ഇപ്പം ഞാൻ ഏകദേശം 38-39 വർഷമാകുമ്പോൾ ചാക്കിൽ പിടി കൂടിയിട്ട് ഇപ്പോൾ കുപ്പിയിലൊക്കെ പിടി കിട്ടും. എനിക്കിതൊരു കടി അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷേ ഈ സഞ്ചിയിൽ കൂടെ കടി കിട്ടിയ സംഭവങ്ങൾ 7 എണ്ണം കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ മാത്രം റിപ്പോർട്ടുണ്ട്. കേരളത്തിൽ ആകപ്പാടെ 5 വർഷം കൊണ്ട് കേരളത്തിൽ പാമ്പ് പിടുത്തക്കാർക്ക് കടിയിട്ടത് 117 പേർക്കാണ്. പക്ഷെ അതൊന്നും വാർത്ത വരുന്നില്ല. നമ്മളൊക്കെയാണ് ഇതൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിൽ നമ്മുടെ ലാബ് അതിഥി കണ്ട് കുറച്ചപ്പോൾ വീട്ടുകാർ ശ്രദ്ധിച്ച ഏകദേശം 6 വയസ്സിന് മേളിൽ 7 വയസ്സിനടുത്ത് പ്രായം വരുന്ന ഈ വർഷമല്ല കഴിഞ്ഞ വർഷം ഏകദേശം 28 മുട്ടകളിട്ട് കുഞ്ഞുങ്ങളെ സമ്മാനിച്ച് ഇവിടെ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അവിടെ നിന്ന് ഇവിടെ വരുന്ന സ്ഥിരം വരുന്ന വാഹനങ്ങളിൽ ഒക്കെ പാമ്പുകൾ ധാരാളം സഞ്ചരിക്കുന്നുണ്ട്. നമ്മൾ ഈ അടുത്ത കാലത്തൊരു വീഡിയോ കണ്ടിരുന്നു. ഏതോ ഒരു യാർഡിൽ മാസങ്ങളായി വലിയ വണ്ടിയുടെ പൊക്കത്തിൽ കാട് കയറി കിടക്കുന്നു. അതിനകത്താണ് വണ്ടികൾ. അപ്പോൾ പുതിയ വണ്ടി വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അവിടെ നിന്ന് നേരെ എടുത്തുകൊണ്ടിരുന്ന് ഇവിടെ കൊണ്ടുവന്ന് സർവീസ് ചെയ്യുന്നു. നേരെ അവർക്ക് കൊടുക്കുന്നു. അവർ വീട്ടിൽ കൊണ്ടുവന്ന് വലിയ ഐശ്വര്യത്തോടുകൂടി പ്രാർത്ഥിച്ച് അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് ഷോപ്പിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് വരുന്നു. ഇവിടെ കൊണ്ട് വയ്ക്കുമ്പോഴായിരിക്കും അതിൻ്റെ അടിയിൽ നിന്ന് അതിഥി ഇറങ്ങി ആ വീട്ടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഇരിക്കും. അങ്ങനെ ഒരുപാട് കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും അതൊക്കെ പെട്ട പാമ്പുകൾക്കും ജീവിക്കാൻ അവകാശമുള്ളവർ തന്നെയാണ് അവർ. അവ ജീവിച്ചുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സുഖമായി ഭൂമിയിൽ ജീവിക്കാൻ കഴിയുമെന്നുള്ളത് മറന്നു പോകാതിരിക്കുക. അയലോകത്തിലെ പറമ്പുകളെങ്കിലും ഈ സാധു ജീവിയായ ഉരങ്ങളെ ജീവിക്കാൻ അനുഭവിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാം. നാട്ടിൽ കാണുന്ന മൊത്തം ചേര വരെ പിടിച്ചിപ്പോൾ കാട്ടിക്കൊണ്ടുവിടുന്ന ഒരു അവസ്ഥയാണ്. ഇതൊന്നും അനുവചനീയമല്ല. ഇതൊന്നും ഭൂമിയിൽ നടക്കേണ്ട കാര്യങ്ങളല്ല. എന്തായാലും സമയം കളയുന്നില്ല. നമ്മുടെ ഇന്നത്തെ പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിൻ്റെ പുറകിൽ വേസ്റ്റ് സാധനങ്ങൾ വെച്ചിരുന്ന ഷെഡിനകത്ത് വന്ന് കയറിയ പെൺമൂർഖിന് അതിഥിയെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ നന്ദി. നമസ്തേ.